ഹായ്, പോയിസൺ പ്രോസസ് എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് വീഡിയോ ആണേ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ലെറ്റ് n of t be a Poisson process with rate 2. Find the probability that there are 2 arrivals in 0,2 or 3 arrivals in 3,7. റേറ്റ് എത്രയാണ്? 2 ആണ്. അതായത് ലാംഡ 2 ആണെന്ന് പറയുന്നുണ്ട്. ലാംഡ 2 ആണ്. ഇതൊരു പോയിസൺ പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ PDF എന്താണ്? പ്രോബിലിറ്റി ഓഫ് n of tau equal to n. tau എന്താണ്? ടൈം ഇന്റർവെൽ. e raised minus lambda tau raised to n by n factorial അല്ലേ? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ആദ്യം പറയുന്നത് എന്താണ്? 2 arrivals in 0,2 or 3 arrivals in 3,7. അപ്പൊ 0,2 എന്ന് പറയുന്ന ഇന്റർവെലിൽ 2 arrivals അല്ലെങ്കിൽ 3,7 എന്നുള്ള ഇന്റർവെലിൽ 3 arrivals ഇത് രണ്ടും കൂടെ വരണം. അപ്പൊ നമുക്ക് ആദ്യം let x denote the number of arrivals in 0,2. 0,2വിനകത്ത് വരുന്ന നമ്പർ ഓഫ് അറൈവൽസ് ആണ് x. അപ്പൊ എന്ത് വരും? then by ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അറൈവൽസ് അല്ലേ? 2 അറൈവൽസ് ഇൻ 0,2. അതായത് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് n ഓഫ് tau ഈക്വൽ ടു n എന്നല്ലേ? ഈ n എന്ന് പറയുന്നത് 2 ആണ്. 2 അറൈവൽസ് ഇൻ 0,2. അതേപോലെ tau എന്താണ്? ടൈം ഇന്റർവെൽ 0,2 വരുമ്പോൾ 2 അല്ലേ ടൈം ലിമിറ്റ്, ടൈം ഇന്റർവെൽ. അപ്പൊ ടോയ്ക്ക് വരും 2 ആണ്. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് n ഓഫ് 2 ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ ടോ 2 ആണ്, എന്നും 2 ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ഫോർമുല? e റൈസ് ടു മൈനസ് ലാംഡ ടോ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ആണ്. ഇവിടുത്തെ ടോ 2 ആണ്, എന്നും 2 ആണ്. അപ്പൊ എന്ത് വരും? ലാംഡ എന്താണ്? ലാംഡ 2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ e റൈസ് ടു മൈനസ് 2 ഇൻറ്റു 2 അല്ലേ? അപ്പൊ e റൈസ് ടു മൈനസ് 4. പിന്നെന്താണ്? ലാംഡ ഇൻറ്റു ടോ 2 ഇൻറ്റു 2 4 റൈസ് ടു n. n എത്ര? 2 ആണ്. ബൈ n ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 0.1465 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് അടുത്തിന് എന്ത് ചെയ്യാം? ഈ 3,7 നോക്കാം. അപ്പൊ എന്ത് പറയാം? ലെറ്റ് y ഡിനോട്ട് ദി നമ്പർ ഓഫ് അറൈവൽസ് ഇൻ 0,3 എന്ന് പറയാം. Let y denote the number of arrivals in 3,7. 3,7 വരുന്ന നമ്പർ ഓഫ് അറൈവൽസ് ആണ് y. എന്താണ് നോക്കേണ്ടത്? 3 arrivals in 3,7. 3 arrivals in 3,7. അതായത് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3. എന്താണ് നമ്മുടെ ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് n ഓഫ് tau ഈക്വൽ ടു n എന്നാണ്. ഈ tau എന്താണ്? ടൈം ഇന്റർവെൽ. 3,7 ടൈം ഇന്റർവെൽ tau 4 അല്ലേ? tau 4 ആണ്. n എത്രയാണ്? n എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3. 3 അറൈവൽസ് ഇൻ 3,7 അതാണ് n. അപ്പൊ എന്ത് വരും? e റൈസ് ടു മൈനസ് ലാംഡ ടോ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ആണ്. ലാംഡ 4 ആണ്. ടോ എത്ര കിട്ടി? ലാംഡ 2 ആണ്. ലാംഡ 2 ആണ്. ടോ 4 ആണ്. n 3 ആണ്. അപ്പൊ എന്ത് വരും? e റൈസ് ടു മൈനസ് ലാംഡ ടോ. അപ്പൊ e റൈസ് ടു മൈനസ് 8 ലാംഡ ടോ റൈസ് ടു n അതായത് 8 റൈസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 0.0286 എന്ന് കിട്ടും. നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചു? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2ഉം പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3യും കണ്ടുപിടിച്ചു. ഇനി എന്താണ് നോക്കേണ്ടത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് there are 2 arrivals in 0,2 or 3 arrivals in 3,7. or ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 യൂണിയൻ ആണ്. ഇന്റർസെക്ഷൻ അല്ല, യൂണിയൻ ആണ്. or അല്ലേ? or എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 യൂണിയൻ y ഈക്വൽ ടു 3. ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3 മൈനസ് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 ഇന്റർസെക്ഷൻ പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3. ഇതാണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യുടെ ഫോർമുല. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതല്ലേ? ഇനി എന്താണ്? അപ്പൊ പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3. ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2ഉം പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3യും രണ്ടും ഡിസ്ജോയിന്റ് അല്ലേ? അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് പ്രോപ്പർട്ടി അനുസരിച്ച്
ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ ടു 3 ആണ്. ബൈ ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് പ്രോപ്പർട്ടി. ഇത് ഡിസ്ജോയിന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. കോമൺ ആയിട്ട് ഒന്നും തന്നെ ഇല്ല, അപ്പൊ ഇൻറ്റു ചെയ്താൽ മതി. ഇനി എന്താണ്? പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു 2 നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു, 0.1465 പ്ലസ് പ്രോബിലിറ്റി ഓഫ് y ഈക്വൽ 3 ചെയ്തു, 0.0286 മൈനസ് ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് 0.1709. അടുത്തൊരു ക്വസ്റ്റൻ ആണ്, ലെറ്റ് n of t be a Poisson process with rate lambda. Calculate expectation of n of t into n of t plus s. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് n of t into n of t plus s ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയുള്ള n of t എന്ന് പറയുന്നതും n of t plus s എന്ന് പറയുന്നതും എന്താണ്? ഡിസ്ജോയിന്റ് ആണ്. അതായത് n of t എന്ന് പറയുമ്പോഴേ 0, t എന്നുള്ള ഇന്റർവെലിനകത്തുള്ള നമ്പർ ഓഫ് അറൈവൽസ് ആണ്. n of t plus s എന്ന് പറയുന്നത് 0, t plus s എന്ന ഇന്റർവെല്ലുള്ള നമ്പർ ഓഫ് അറൈവൽസ് ആണ്. ഇത് രണ്ടും ഡിസ്ജോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യേണ്ടി വരും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു ഈ n of t plus s ന് പകരം n of t plus s മൈനസ് n of t plus n of t എന്ന് എഴുതി. ഇനി ആ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒരു ടേമായിട്ട് എടുക്കണം. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു n of t plus s മൈനസ് n of t പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു n of t, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ t. ഇങ്ങനെയാണ് വരുന്നത്. ഇത് രണ്ടും ഒരു ടേമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു n of t plus s മൈനസ് n of t പ്ലസ് ഇത് രണ്ടും കൂടെ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ t. ഇനി നോക്കേണ്ടത് ഇതെന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു n of t plus s മൈനസ് n of t എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് അല്ലേ? അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെക്ടേഷൻ ഇൻറ്റു ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് n of t ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് n of t plus s മൈനസ് n of t ഇങ്ങനെ എടുക്കാം. ഇനി എന്താണ് ഈ എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ t എന്ന് പറയുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ t എന്ന് പറയുന്നത് ലാംഡ t പ്ലസ് ലാംഡ t ദ ഹോൾ സ്ക്വയർ എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് n സ്ക്വയർ t എന്ന് പറയുന്നത് ലാംഡ t പ്ലസ് ലാംഡ t ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇപ്പൊ ഇവിടെ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് n of t എന്ന് പറയുന്നത് ലാംഡ t ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് n of t ലാംഡ t ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് n of t പ്ലസ് s എന്താണ്? ലാംഡ t പ്ലസ് s മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് n of t എന്താണ്? ലാംഡ t. എക്സ്പെക്ടേഷൻ ഓഫ് n of t എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ എന്താണ്? ലാംഡ t പ്ലസ് ഇപ്പുറത്ത് വരുന്ന ലാംഡ t പ്ലസ് ലാംഡ t ദ ഹോൾ സ്ക്വയറും കൂടെ ഉണ്ട്. ഇവിടെ എന്ത് വരും? ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് ലാംഡ t പ്ലസ് ലാംഡ s മൈനസ് ഒരു ലാംഡ t ഉണ്ട്. ഈ ലാംഡ ടിയും ഈ മൈനസ് ലാംഡ ടിയും കൂടെ വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? ഇത് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ലാംഡ സ്ക്വയർ ടി എസ് പ്ലസ് ലാംഡ ടി പ്ലസ് ലാംഡ സ്ക്വയർ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ കൂളിംഗ് സിസ്റ്റം ഇൻ എ മെഷീൻ ഫെയിൽസ് വിത്ത് മെയിൻ റേറ്റ് 1 per week ഫോളോവിങ് എ പോയ്സൺ പ്രോസസ്. അതായത് ഒരു മെഷീനകത്തുള്ള കൂളിംഗ് സിസ്റ്റം 1 per week വെച്ച് മെയിൻ റേറ്റ് 1 per week വെച്ച് അത് ഫെയിൽ ആകും. അപ്പൊ ലാംഡ എന്താണ്? 1 per week. ആവറേജ് ലാംഡ എന്ന് പറഞ്ഞാൽ 1 per week ആണ്. ഇതൊരു പോയ്സൺ പ്രോസസ് ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 2 weeks have elapsed since last failure. ലാസ്റ്റ് ഫെയിലിയർ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയോടെ കഴിഞ്ഞു. ഇഫ് വി ഹാവ് 5 എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റംസ്, നമുക്ക് 5 എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് സപ്ലൈ ഈസ് നോട്ട് ഡ്യൂ ഇൻ 10 weeks. അടുത്ത 10 weeks കഴിഞ്ഞാലേ അടുത്ത സപ്ലൈ വരുള്ളൂ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ മെഷീൻ വിൽ നോട്ട് ബി ഔട്ട് ഓഫ് ഓർഡർ ഇൻ ദ നെക്സ്റ്റ് 10 weeks. അടുത്ത 10 ആഴ്ച വരെ ഈ മെഷീൻ ഔട്ട് ഓഫ് ഓർഡർ ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. അതായത് ലാസ്റ്റ് ഫെയിലിയർ കഴിഞ്ഞിട്ട് ഇപ്പൊ 2 weeks കഴിഞ്ഞു. അപ്പൊ ഈ 2 weeks കൊണ്ട് ഫെയിലിയർ ഒന്നും ഉണ്ടായില്ല. ഇനി എന്താണ്? നമുക്ക് 5 എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റം കൂടെ ഉണ്ട്. ഇനി 10 ആഴ്ച കൂടെ കഴിഞ്ഞാലേ അടുത്ത സപ്ലൈ വരുന്നുള്ളൂ. ഇനിയുള്ള ആ 10 ആഴ്ച കൂടെ ഈ മെഷീൻ ഔട്ട് ഓഫ് ഓർഡർ ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് പറയാം? ലെറ്റ് n of t denote the number of failure of the cooling system in t weeks. t weeksൽ വരുന്ന നമ്പർ ഓഫ് ഫെയിലിയർ ഓഫ് കൂളിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ n of t എന്ന് പറയുന്നത്. ഈ n of t എന്താണ്? n of t ഫോളോസ് എ പോയ്സൺ പ്രോസസ് വിത്ത് റേറ്റ് ലാംഡ ഈക്വൽ ടു 1. അപ്പൊ അതിന്റെ PDF എന്താണ്? പ്രോബിലിറ്റി ഓഫ് n of t ഈക്വൽ ടു n ഈക്വൽ ടു e റൈസ് ടു മൈനസ് ലാംഡ t റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് 1 ആണ്.
അപ്പൊ എന്ത് വരും? e raised to minus t raised to n by n factorial where n equal to 0, 1, 2, 3 etc. ഇനി എന്താണ് പറയുന്നത്? രണ്ടാഴ്ച കഴിഞ്ഞു, ലാസ്റ്റ് ഫെയിലിയർ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്നാണ്. അതായത് ഈ രണ്ടാഴ്ച കൊണ്ട് ഫെയിലിയർ ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്താണ്? ദി പ്രോബിലിറ്റി ഓഫ് നോ ഫെയിലിയർ ഇൻ ആൻ ഇന്റർവെൽ t equal to 2 weeks ഫ്രം ദ ലാസ്റ്റ് ഫെയിലിയർ. ലാസ്റ്റ് ഫെയിലിയർ കഴിഞ്ഞിട്ട് ടൈം t equal to 2 weeks ആയി. എന്നിട്ട് എക്സ്ട്രാ നോ ഫെയിലിയർ ആണ്. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് n of 2 equal to 0 എന്നാണ്. ഇതെന്താണ് ഇവിടെ പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് n of t equal to n എന്നാണ്. ഈ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ്. നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 0 ആണ്. t എന്താണ്? 2 weeks. അപ്പൊ എന്ത് വരും? ഇതിനകത്ത് നമുക്ക് n-ന് 0 കൊടുക്കുക, t-ക്ക് 2 കൊടുത്താൽ പോരെ. ഇതിനകത്ത് വരുന്ന t എന്ന് പറഞ്ഞ 2 ആണ്, n 0 ആണ്. അപ്പൊ എന്ത് വരും? ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് e raised to minus 2 2 raised to 0 by 0 factorial. ഇത് ചെയ്യുമ്പോഴത്തേക്ക് 0.1353 എന്ന് കിട്ടും. ഇനി എന്താണ് പറയുന്നത്? നമുക്ക് 5 എക്സ്ട്രാ ബാക്കപ്പ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ 10 ആഴ്ചയും കൂടെ ഉണ്ട്. 10 ആഴ്ച കഴിഞ്ഞാലേ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നുള്ളൂ. അപ്പൊ 10 ആഴ്ച സമയമുണ്ട്, 5 എക്സ്ട്രാ ബാക്കപ്പ് കൂളിംഗ് സിസ്റ്റം കൂടെ ഉള്ളൂ. അപ്പൊ ഈ 10 ആഴ്ചക്കകത്ത് നമ്മുടെ മെഷീൻ ഔട്ട് ഓഫ് ഓർഡർ ആകരുത് എന്ന് പറയുന്നത് എന്താണ്? 5 അതിൽ താഴെയോ ഫെയിലുവർ മാത്രമേ പാടുള്ളൂ. 5 അതിൽ താഴെയോ ഫെയിലുവർ മാത്രം ഉണ്ടായാൽ നമുക്ക് ഈ 5 എക്സ്ട്രാ ബാക്കപ്പ് സിസ്റ്റം വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് n of 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ? 10 ആഴ്ചക്കകത്ത് t എന്ന് പറയുന്നത് 10 ആഴ്ച, t എന്ന് പറയുന്നത് 10 ആഴ്ച. 10 ആഴ്ചക്കകത്ത് 5 അതിൽ താഴെയോ ഫെയിലുവറെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് n of 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ്. അപ്പൊ എന്താണ്? സിഗ്മ n ഈക്വൽ ടു 0 to 5 എടുത്താൽ പോരെ. 0 മുതൽ 5 വരെയുള്ളത് ആഡ് ചെയ്താൽ പോരെ. ഇവിടെ എന്താണ്? e raised to minus 10 10 raised to n by n factorial. അപ്പൊ എന്താണ്? ആദ്യം 0 വരുമ്പോഴത്തേക്ക് e raised to minus 10 10 raised to 0 by 0 factorial. അടുത്തതാണ് 1 വരുമ്പോൾ e raised to minus 10 10 raised to 1 by 1 factorial പ്ലസ് e raised to minus 10 10 raised to 2 by 2 factorial. അങ്ങനെ 5 വരെയുള്ളത് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ആ e raised to minus 10 ആദ്യം കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുക. എന്നിട്ട് ബാക്കി എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 0.0671 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയുമാണ് അടുത്ത 10 ആഴ്ചക്കകത്ത് ഈ മെഷീൻ ഔട്ട് ഓഫ് ഓർഡർ ആകാതിരിക്കാനുള്ള പ്രോബിലിറ്റി. ഓക്കെ.